ബഹുമാനപ്പെട്ട സജീച്ചൻ, പ്രിയ സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നവർക്കും ഇനിയും എത്താനിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലും ഭാരവാഹിയുള്ള ഓരോരുത്തരുടെയും പേരിൽ ഓണത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടെ ഒരു 5 മിനിറ്റ് സംസാരിക്കുകയാണ്. ഒരിക്കൽ ഒരു വനത്തിൽ ഒരു ആനക്കൂട്ടവും അതിൻ്റെ രാജാവും ജീവിച്ചിരുന്നു. അവരങ്ങനെ തിമിർത്ത് അല്പ അഹങ്കാരത്തോടെ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ കാട്ടില് വല്ലാത്ത രീതിയിലുള്ള ഒരു വരൾച്ചയുണ്ട്. അങ്ങനെ ആനക്കൂട്ടം വലിയൊരു നീരുറവ് തേടി യാത്രയായി. അങ്ങകലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങകലെ അവർക്ക് ഒരു നീരുറവ് കാണുവാൻ സാധിക്കുകയുണ്ടായി. ആർത്തി പൂണ്ട ആനക്കൂട്ടം ആനരാജാവും തടാകത്തെ ലക്ഷ്യമാക്കി തിമിർത്തോടി. അവർ ആ തടാകത്തിൽ അങ്ങനെ നീന്തിത്തൊഴിച്ചു. അതിനരികിലുണ്ടായിരുന്ന ഒരു എലിരാജാവും പ്രജകളും ഇവരുടെ ഈ തിമിർപ്പ് കാരണം ഒരുപാട് പ്രജകൾ മരിച്ചു. അങ്ങനെ എലികളുടെ രാജാവ് ആനരാജാവിനെ കണ്ട് സങ്കടം വർദ്ധിച്ചു. പ്രഭു, ഇനി അങ്ങയുടെ പ്രജകളുടെ അശ്രദ്ധ കാരണം എൻ്റെ ഒരുപാട് പ്രജകൾ മരിച്ചു. അങ്ങനോട് കരുണ കാണിക്കണം. അങ്ങേക്ക് എന്താവശ്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അങ്ങനെ അറിയിച്ചാൽ ഞാൻ അങ്ങയെ സഹായിക്കാം. പക്ഷെ ആനരാജാവ് പുച്ഛത്തോടെ എലിയെ നോക്കി. ഈ പീറ എലി എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ? പക്ഷെ ആനരാജാവ് ദയാലുവൻ. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ പേടിക്കണ്ട, വീട്ടിൽ പൊക്കോ, ഞാൻ ഏറ്റു. ഇനി ഒരു കാരണവശാലും ഞാനോ എൻ്റെ പ്രജകളോ കാരണം നിങ്ങൾക്ക് ഒരു പരിക്ക് പോലും ഉണ്ടാകരുത്, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരും. അങ്ങനെ അവര് യാത്രയായി. ഒരു ദിവസം ഈ ആനക്കൂട്ടം മുഴുവൻ കെണിയിൽപ്പെട്ടു. രാവിലെ കർഷകർ ഒന്ന് വല പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ആനക്കൂട്ടം മുഴുവൻ അവരുടെ പിടിയിലാണ്. ഒരു എലി ഓടി വന്ന് ആനരാജാവിനോട് പറഞ്ഞു, നമ്മുടെ പ്രജകൾ മുഴുവൻ കെണിയിലകപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യും? ആനരാജാവ് പഴയ ചങ്ങാതി ഓർത്തു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ചങ്ങാതി ഉണ്ട് അരികെ, അദ്ദേഹത്തെ ചെന്ന് കാണും. അങ്ങനെ ആന എലിയെ കാണാനായിട്ട് അവിടെ ചെന്നു. ആ നിമിഷം തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് എലികൾ വല മുറിച്ചു ആനരാജാവിനെ രക്ഷിക്കുകയും ചെയ്തു. സമത്വസുന്ദരമായ ഒരു കേരളം സ്വപ്നം കണ്ട മഹാബലി തമ്പുരാനെ പോലെയുള്ള ഒരു ചക്രവർത്തിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ ഇതുപോലൊരു ഗുണപാഠ കഥയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൈസ്തവ മതത്തിനപ്പുറത്ത് മതത്തിനും സമൂഹത്തിനും ഒരുപാട് അർത്ഥതലങ്ങൾ നൽകിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ള ഒരു മഹാരഥൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അറിവ് മറച്ചു വെക്കാനുള്ളതല്ല, തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ച, ഒരു രാജ്യത്തിന് വേണ്ടി സ്വജീവിതം മുഴുവൻ ബലിയർപ്പിച്ച ശ്രീ അബ്ദുൽ കലാമിനെ പോലെയുള്ള ഒരു മഹാരഥൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്നേഹമെല്ലാം പൊറുക്കും, സ്നേഹമെല്ലാം ക്ഷമിക്കും എന്ന് പഠിപ്പിച്ച മദർ തെരേസയെ പോലുള്ള ഒരു പുണ്യാത്മാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് തന്നെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഭാഗ്യമായി കരുതുന്നതാണ് നാം ഓരോരുത്തരും. ഇവരെയൊക്കെ വീശിയെത്തിയ കാറ്റിൽ എന്നെയും നിങ്ങളെയും സമൂഹത്തെയും ശുദ്ധീകരിക്കാനുള്ള ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരുപാട് വർഷത്തിന് ശേഷം ചരിത്രകാരന്മാർ ചരിത്രം എഴുതുമ്പോൾ ഇവരെയൊക്കെ കുറിച്ച് അതിൽ പ്രതിപാദിക്കേണ്ടി വരുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ ജീവിച്ചിരിക്കാൻ സാധിച്ചത് തന്നെ അഭിമാനത്തോടെ ഓർക്കണം. ദീർഘിപ്പിക്കുന്നില്ല. ഒരു വർഷമായിട്ട് നിങ്ങൾ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദിയോടെ വേദിയിൽ വെച്ച് ഓർക്കുന്നു. ഒപ്പം എൻ്റെ കൂടെ സഹകരിച്ച ബിജു, മാത്യു, ബിനോയ്, പൗലോസ് കുറി, ഇവരെയൊക്കെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ഒപ്പം ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരെയും, ഇനി വരാതിരിക്കുന്ന ഓരോരുത്തരെയും, സജീവ സിസ്റ്റേഴ്സ്, അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. EU പാർലമെന്റിൽ അബ്ദുൽ കലാം ചെയ്ത ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാവത്തോടെ എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്.
Where there is righteousness in the heart, there is beauty in the character. When there is beauty in the character, there is harmony in the home. When there is harmony in the home, there is order in the nation. When there is order in the nation, there is peace in the world. Jai Hind.